കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിന്റെ പിടിയിലാണ് എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇതിനെതിരെ അവയർനെസ് കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റും പോലീസുകാരും ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും കേസുകളുടെ എണ്ണം ദിനംപ്രതി ഇങ്ങനെ കൂടി വരികയാണ്. ഇന്ന് പലരും ഡ്രഗ്സ് യൂസ് ആക്കുന്നത് എന്തോ വലിയ മാസ് കാര്യം ചെയ്ത പോലെയാണ്. പക്ഷെ അറിയാൻ ചോട്ടെ, എന്ത് മാസമാണ് ഈ ഡ്രഗ്സ് യൂസ് ആക്കുന്നതിനകത്ത് ഉള്ളത്? നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. സാധാരണ കാണുന്ന പോലെ കൊക്കൈനോ ഹെറോയിനോ പോലുള്ള ഡ്രഗ്സ് അല്ല. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡ്രഗ് ആണ് MDMA, 3,4 methyl മെത്തഫിറ്റാമിൻ എന്ന MDMA. എന്താണ് MDMA? അത് ഏത് തരത്തിലാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര താല്പര്യം? പിന്നീട് ഇതിന്റെ ശാസ്ത്രീയ വശം കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. 3,4 മെത്തഫിറ്റാമിൻ എന്ന സാധനം കെമിക്കലി സിന്തസൈസ് ചെയ്തെടുത്തുള്ള ഒരു ഡ്രഗ് ആണ്. ഈ കെമിക്കലി സിന്തസൈസ് ചെയ്തെടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇത് സിന്തറ്റിക് ഡ്രഗ് ആണ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ്. ഇതെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. മീഥൈൽ ഡയോക്സി ഫിഡിലെത്തിലിമി എന്ന് പറയുന്ന കെമിക്കലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആംഫിറ്റാമിൻ ഗ്രൂപ്പിനെ ആഡ് ആക്കുമ്പോഴാണ് ഈ പറയുന്ന MDMA എന്ന സാധനം ഉണ്ടായി കിട്ടുന്നത് നമുക്ക്. ഇത് ആദ്യകാലത്ത് എങ്ങനെ കണ്ടെത്തി, എന്തിനു കണ്ടെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെർക്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനി 1912 നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സമയത്ത് അത് നിർത്താനായിട്ട് കണ്ടെത്തിയ ഒരു ലൈഫ് സേവിംഗ് ഡ്രഗ് ആണ് നമ്മുടെ MDMA അല്ലെങ്കിൽ 3,4 മെത്തഫിറ്റാമിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ പേറ്റന്റ് അവരെടുത്തിട്ടുള്ളത്. കൊക്കൈൻ എന്ന് പറയുന്ന ഡ്രഗ് കൊക്കോ എന്ന് പറയുന്ന ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഹെറോയിൻ എന്ന് പറയുന്നത് പോപ്പി സീഡ്സ് അല്ലെങ്കിൽ മോർഫിനേറ്റിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ആയിട്ട് ചെയ്യുന്ന MDMA ആണ് ഡേഞ്ചർ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനർത്ഥം MDMA നല്ലതെന്നല്ല. സിന്തറ്റിക് ആയതുകൊണ്ട് ഒരു ഡ്രഗ് മോശമാവുകയോ നാച്ചുറൽ ആയതുകൊണ്ട് ഒരു ഡ്രഗ് നല്ലതാവുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഹെറോയിനും കൊക്കൈനും ഇതിലും ദോഷകരമായ ഡ്രഗ് ആണ്. ഇതിനേക്കാൾ ദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ലതാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. 2007 ഈ ഡ്രഗ്സിനെ പറ്റി യൂറോപ്പിൽ ഒരു സ്റ്റഡി നടത്തി. അപ്പൊ അതിന്റെ രീതിയിൽ കുറച്ച് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്ത് റീക്രിയേഷണൽ ഡ്രഗ്സ് അല്ലെങ്കിൽ പാർട്ടി ഡ്രഗ്സിനെ എല്ലാം കൂടെ അവരൊന്ന് ക്ലാസിഫൈ ചെയ്തു. ജസ്റ്റ് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വന്നപ്പോഴേ നമ്മുടെ MDMA സ്ഥാനം എന്ന് പറയുന്നത് 18ാമതായിരുന്നു. ഈ MDMA പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അവയാണ് എക്സ്റ്റസി, മോളി, മാൻഡി എന്നിവ. US ഇതിനെ മോളി എന്നും UK ഇതിനെ മാൻഡി എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ എക്സ്റ്റസി എന്ന് പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഡ്രഗ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് എക്സ്റ്റസി എന്ന് പേര് വരാൻ ഒരു റീസൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ്റ്റസി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ MDMA മാത്രം ഒരു കോമ്പൗണ്ട് ആയിരിക്കത്തില്ല. അതിലേക്ക് ഒന്നെങ്കിൽ കാഫീനോ അല്ലെങ്കിൽ ആംഫിറ്റാമിൻ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു മോളിക്യൂൾസ് ഒക്കെ ആയിട്ടുള്ള ഒരു MDMA ആയിരിക്കും കിട്ടുന്നത്. അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ അതിന്റെ നിർമ്മാണ സമയത്ത് ചെയ്യുന്നത്. ഇപ്പൊ മോളി ആയാലും മാൻഡി ആയാലും പല തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ മിക്സ് ചെയ്ത് എഫക്റ്റ് കൂട്ടിയ രീതിയിലായിരിക്കും ആളുകളിലേക്ക് സെയിൽ ചെയ്യുന്നത്. MDMA ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് ബ്രെയിൻ ആണല്ലോ. അവിടാണ് നമുക്ക് സ്നേഹവും കരുണയും ഇമ്പതിയും എല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ തലച്ചോറിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതിലെ ന്യൂറോണുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്നേഹം, വിശപ്പ്, കരുണ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പേരാണ് സെറോട്ടോണിൻ. അതിനോടൊപ്പം ന്യൂറെപ്പിനെഫ്രിനിൽ നിന്നും ഡോപ്പമിൻ എന്ന് പറയുന്ന 2 ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ 3 ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് MDMA ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ന്യൂറോൺസിന്റെ ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ പറയുന്ന പേരാണ് സിനാറ്റിക് ക്ലെഫ്. ഈ സിനാറ്റിക് ക്ലെഫിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? നമ്മുടെ സെറോട്ടോണിനെ കൊണ്ടുവെക്കുകയാണ് ശരിക്കും ഈ MDMA ചെയ്യുന്നത്. ഈ സെറോട്ടോണിൻ കൊണ്ടുവെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ റീഅപ്ടേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കാനായിട്ട് ഈ ഇൻഹിബിറ്റ് ചെയ്യുന്നത് തടയും. അവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെയുള്ള റിസപ്റ്റേഴ്സുമായിട്ട് ഒരു ബൈൻഡ് ഉണ്ടാവും, ഒരു ബൈൻഡിങ് കൊളാബറേഷൻ ഉണ്ടാവും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ MDMA ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ അനുഭൂതി ഉണ്ടാവും എന്നാണ് പറയുന്നത് ശാസ്ത്രീയമായിട്ട്. അതുപോലെ തന്നെ ഡോപ്പമിനെയും നെപ്രിനെഫ്രിനെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിട്ടാണ് ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സെറോട്ടോണിൻ ആണ്. ഈ ഡ്രഗ് ഉപയോഗിച്ച് 30 മുതൽ 45 മിനിറ്റുകളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് ആക്റ്റീവായി തുടങ്ങും. അങ്ങനെ അത് ബ്രെയിനിൽ എത്തുകയും അതിന്റെ പീക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ എഫക്ട് 6 മുതൽ 7 മണിക്കൂർ വരെയും ചില കേസുകളിൽ 8 മണിക്കൂർ വരെയും കാണാറുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് അത്ര ഒരു ഹൈ ഇലൂഷൻ സ്റ്റേറ്റിലാണെന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ചാൽ അവരുടെ ഈ പ്രവൃത്തിയും എല്ലാം ഒരു സൈക്കോ മോട്ടർ റെസ്പോൺസ് പോലെ ആയിരിക്കും പ്രവർത്തിക്കും. ഒരു കാര്യമില്ലാതെ അവർ മസിലൊക്കെ മൂവ്മെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പലപ്പോഴും ഈ DJ പാർട്ടികളിലോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ഭയങ്കര വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്നത് ഈ ഒരു സംഭവം ഉപയോഗിച്ചതിന് ശേഷം കാണാനായിട്ട് സാധിക്കും. ഇതിനൊരു സിനാർജറ്റിക് എഫക്ട് എന്നൊക്കെ പറയാൻ കഴിയും. ഈ ഡ്രഗിനോടൊപ്പം ഡാൻസും മ്യൂസിക്കും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും ഉപയോഗിച്ച ആൾക്ക് കിട്ടും. എല്ലാ അനുഭൂതിയും കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് തോന്നും. അതായത് നിറങ്ങളൊക്കെ വളരെ ബ്രൈറ്റ് ആയിട്ട് തോന്നും. ചെറിയൊരു ബ്രൈറ്റ്നസ് ഉള്ള കളറുണ്ട്, അതൊക്കെ ഓവർ ബ്രൈറ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ഇലൂഷൻ സ്റ്റേറ്റിലൂടെ നിൽക്കുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ടച്ച് ചെയ്യുന്നത് നമ്മുടെ സ്നേഹം, ഇമ്പതി ഇതൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിട്ട് മൂർച്ഛിച്ച അവസ്ഥയിലൂടെയൊക്കെ എത്തും. അങ്ങനെ സ്നേഹിക്കുന്നവരോടെല്ലാം മാനസികമായിട്ട് ഭയങ്കര കണക്ഷനും ഈ പ്രപഞ്ചമൊക്കെ അവരായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടൊക്കെ ഉപയോഗിച്ച ആളുകൾക്ക് തോന്നാറുണ്ട്. പണ്ടൊരു കേസ് കണ്ടിട്ടുണ്ട്. നമ്മുടെ സാം ഹാരിസിനെ പോലുള്ളവരൊക്കെ പറഞ്ഞത് ഈ MDMA കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രപഞ്ചമൊക്കെ ആയിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് ഭയങ്കര കണക്ഷൻ ആണ് തോന്നുന്നത്. അങ്ങനെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറോട്ടോണിനെ അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമല്ലോ. ആ പിടിച്ചു വെച്ചേക്കുന്ന ഒരു ഫീലാണ് ഈ പ്രപഞ്ചമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, കണക്റ്റഡ് ആണ്, ഒരു ഓവർ ബ്രൈറ്റ് ആയിട്ടൊക്കെ എല്ലാം തോന്നുന്നു. ഇത് ഉപയോഗിച്ച് ഒരു 6-8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുക. അതായത് ഇത്രയും നേരം നമ്മൾ ഡാൻസ് ചെയ്യാനും എല്ലാം ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഉപയോഗിച്ചിരുന്ന എനർജി എല്ലാം പതിയെ പതിയെ ശരീരത്തിൽ നിന്ന് റിലീസ് ആയി തുടങ്ങുമ്പോഴത്തേക്ക് അവസാനം ഒരു നനഞ്ഞ തുണി പോലെ എവിടെയെങ്കിലും കിടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്നതായിട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഉപയോഗിച്ച ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 80കളിൽ യുഎസിലൊക്കെ ഇങ്ങനെയാണ് ഈ ഡ്രഗ് അത്രയും പോപ്പുലർ ആയത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഇത്ര പോപ്പുലർ ആയിട്ട് MDMA എന്നൊക്കെ പറഞ്ഞ ഡ്രഗ് വരാണ്ട് ആളുകൾ ഒരുപാട് വിഗ്രസ് ആയിട്ട് രീതിയിൽ ഉപയോഗിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രോസസ് വഴിയൊക്കെയാണ്. അങ്ങനെ ആ പ്രോസസ് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു പ്രോഡക്റ്റ് ഇടത്തില്ല. അങ്ങനെ ഇടുന്ന MDMA എന്ന് പറയുന്നത് ഒരു ഓയിൽ രൂപത്തിലാണ്, കളർലെസ് ആയിട്ടുള്ള ഒരു ഓയിൽ രൂപത്തിലാണ്. ഈ ഓയിൽ എടുത്ത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കലക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മിക്സ് ആവാതെ കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യും, ഒരു ഹൈഡ്രോക്ലോറൈഡ് സോൾട്ടിലോട്ട് മാറ്റും. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ ഒരു സോൾട്ട് രൂപത്തിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അതൊരു പഞ്ചസാര പോലെ ചില ക്രിസ്റ്റൽ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അരിമാവ് പോലൊക്കെ ഒരു പൊടി രൂപത്തിലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ എഫക്റ്റുകളാണ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഫിസിയോളജിക്കൽ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് കടിച്ചു പിടിക്കാനൊക്കെ തോന്നും. പിന്നെ അതേപോലെ തന്നെ ശരീരം നല്ല രീതിയിൽ വിയർക്കും. ശരീരത്തിന്റെ താപനില റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര കൂടും. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഇതിന്റെ എഫക്ട് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരുമിച്ച് ഇങ്ങ് വരും. പ്രധാനമായി MDMA വർക്ക് ചെയ്യുന്ന സമയത്ത് കോശത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ സെൽസിലേക്ക് സോഡിയത്തിന്റെയും ക്ലോറിന്റെയും അയോൺസ് കോശത്തിന്റെ അകത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ സെൽസിന്റെ അകത്തേക്ക് പോവുകയും പുറത്തേക്ക് പൊട്ടാസ്യത്തെ തള്ളുകയും ചെയ്യും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെടും. ഈ ദാഹം തോന്നുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ വെള്ളം കുടിക്കും. പക്ഷെ ഈ ഒരു ടൈമിൽ ഓവറായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ഓവറായിട്ട് വെള്ളം കുടിക്കുമ്പോൾ എന്ത് വരും, വാട്ടർ ടോക്സിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഹൈപ്പർ നെട്രോമി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് എത്തുകയും നമ്മുടെ ഇലക്ട്രോലൈറ്റ് എല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പലപ്പോഴും കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്, ഇതില്ലാത്ത സമയത്ത് നമ്മൾ സെറോട്ടോണിനൊക്കെ പിടിച്ചു വെച്ച് ഭയങ്കര സുഖം ഉണ്ടാക്കിയിട്ട് അതില്ലാതെ ആകുമ്പോഴത്തേക്ക് നാച്ചുറൽ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ സ്നേഹം തോന്നണമെങ്കിൽ ഈ സെറോട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം. അപ്പോൾ ഇതില്ലാതെ പറ്റില്ല എന്നൊരു ഡിപ്പെൻഡൻസിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു നമുക്ക്. അതായത് നമ്മുടെ വികാരങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. നമ്മളിത് ഉപയോഗിച്ച് അവസാനം നമ്മുടെ ശരീരം നോർമലായിട്ട് സെറോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാതാവും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ UK 20 മെയിൻ ഡ്രഗ്സ് എടുത്ത് ക്ലാസിഫൈ ചെയ്തപ്പോഴേ 18ാമതാണ് ഈ MDMA എന്ന് പറഞ്ഞ ഡ്രഗിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ MDMA എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് പലതിനകത്ത് ഒരു കോക്ടെയിൽ സെറ്റപ്പ് ആയിരിക്കും. കാരണം ഇതെല്ലാം ഒരു ഡ്രഗ് ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്നതാണല്ലോ. അപ്പോൾ മാക്സിമം എഫക്ട് കിട്ടാനായിട്ട് ഹെറോയിനും ടോക്സിക് ആയിട്ടുള്ള എല്ലാം കൂടി മിക്സ് ആക്കിയായിരിക്കും കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ നിയമം ലംഘിച്ചും എല്ലാം ഉപയോഗിക്കാൻ പോകുമ്പോൾ ഒന്ന് മാത്രം ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതം ഇഞ്ചിഞ്ച ഇല്ലാതായിക്കൊണ്ടിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ ഫാമിലിയെ പറ്റിയും നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും ഒരു നിമിഷം കൂടി ചിന്തിച്ചു നോക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.